അപ്പം ഞങ്ങൾ ഇന്ന് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ, മഹോത്സവമാണ് ഇന്ന്. അപ്പോൾ നമ്മളെ ഇന്ദ്രുവിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ദ്രുവിന് പിന്നെ കൊട്ട് കണ്ടിട്ട് പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്ദ്രുവിൻ്റെ അച്ഛൻ്റെ കൂടി പെർഫോമൻസ് ഒന്ന് കാണാം കേട്ടോ, അതായാലും ഗംഭീരമാണ്. അപ്പോൾ ഉത്സവ ദിവസം എന്തായാലും ആരുടെ കാലുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചടങ്ങുകളും അതിൻ്റെ ഒപ്പം ഉണ്ട്. നമ്മളെ ദേവിനെ എഴുന്നള്ളിച്ച് വരുന്നതിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഉത്സാഹിച്ച് വരിക കേട്ടോ. ബാക്കിൽ കൂടി ഞങ്ങളെ പരമാവധി ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ച വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ, ചെറിയ രീതിയിലൊക്കെ ഒരു കൊട്ടുകെട്ട് എന്തായാലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ പുറകെ എല്ലാ ടീമും ഉണ്ട്, നമ്മളെ പിള്ളേർ സെറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു അടിച്ചോടി ഉത്സവം തന്നെയാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ നമ്മൾ പിള്ളേർ സെറ്റിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് കയറി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഉത്സവം ശരിക്കും അറമതിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. എല്ലാ കൊല്ലം മുത്തുക്കുടയോ അല്ലെങ്കിൽ താലമൊക്കെ പിടിച്ചിട്ടാണ് എൻ്റെ ഒരു പരിപാടി കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ബാക്കിലേക്ക് പോയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ അച്ഛൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് കേട്ടോ, അതൊരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടോ നമ്മൾ അച്ഛനെ. നന്ദു നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെ അതിന് ഫുൾ മുണ്ടിലാട്ടോ, ഫുൾ സ്റ്റൈലിലാട്ടോ നടത്തുമ്പോഴൊരു ഇത്. പിന്നെ നമ്മളൊരു ചേച്ചി ഉണ്ട് കേട്ടോ, അതാണ് നമ്മളെ മിനി ചേച്ചി, നമ്മളെ സ്വന്തം ചേച്ചിയാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വർഷത്തെ നമ്മളെ ഉത്സവവും ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തെ ഒരു വലിയൊരു കാത്തിരിപ്പാണ് ഇനി. അപ്പോൾ ഇതുപോലൊരു സന്തോഷത്തോടു കൂടിയും ഒക്കെ ഒരു പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.